സോറി ഗൈസ്, ബിഗ് ബോസിന്റെ വീഡിയോ ആണ്, സോ സ്കിപ്പ് ചെയ്യാനുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. എനിക്ക് ഇന്നലെ ചിരി വന്നൊരു സാധനം ഉണ്ട് കേട്ടോ. ലാലേട്ട് ഇന്നലെ വന്ന് പറയണ്, എന്താ പറഞ്ഞേ, പവർ ടീമിന് ഒരു പവർ കൊടുത്ത ഒരു ടാസ്ക് കണ്ടിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ ആരാണ് വിന്നർ എന്ന്. എന്താ ചത്തപ്പ ഇതിന്റെ അർത്ഥം? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണം, പിന്നെ പറയാണ്ടിരിക്കോ? എനിക്ക് കാര്യം ചെയ്യും, നിങ്ങൾ മനസ്സിൽ ഒരു ആളെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ആ പരിപാടി കാണുന്നില്ല, സോ സോറി. ഇത് ഭയങ്കര ഫിക്സ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നീ എന്നെ കണ്ടുപിടിച്ച് എങ്ങനെ നാവറക്കി പോയ പോലെയാ, തട്ടമുട്ടിയാ. ഇറ്റ്സ് വെരി ആർട്ടിഫിഷ്യൽ. അവർക്ക് ആരെയൊക്കെ വിന്നർ ആക്കണമെന്നുണ്ട്, അവരെ വിന്നർ ആക്കും. അപ്പം എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിലില്ലായിരുന്നു. സോ അങ്ങനത്തെ ഒരു കൂറ പരിപാടിയാണ് എനിക്ക് താല്പര്യമില്ല. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് വീഡിയോ. ഇങ്ങോട്ട് വാ, അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. വളർത്തുവട്ടിയല്ലേ, വിളിക്കണോടത്ത് ചെല്ല്. അവരാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് മറ്റവര് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങളെ ജഡ്ജ്മെന്റ് മോശമാണ്. ഞാൻ വിഷത്തിന് ഔഷധം, ഒരു ഡബിൾ പ്ലേയിലൂടെ എല്ലാം ശുഭമാകും. ഇങ്ങനെ അടിച്ച് ചിരിച്ചേട്ടാ. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ നമ്മളെ നാഷണൽ അവാർഡ് അല്ലു അർജുന് കൊടുത്ത്, ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം ഒരു അവിഹിത ബന്ധം. നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആരെങ്കിലും ഒന്ന് പറയണുണ്ടോ? എന്തൊക്കെയാണേലും സംഭവങ്ങളെല്ലാം നന്നായി കൊഴുക്കുന്നുണ്ട്. ഇത് അവർക്ക് തന്നെ പവർ കൊടുത്തതാണ്, അവർക്ക് ആരെ വേണമെങ്കിലും തീരുമാനിക്കാം. ഒന്ന് ചെറിയിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പമുണ്ടാവാനാ? വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞിട്ട് അവസാനം അവരെ വന്ന് ഊശിയാക്കണം. എടാ എന്തോന്നടേ, എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്.